വിവരത്തിൽ വെച്ച് ഏറ്റവും വലിയ വിവരം പുണ്യനബിനെ പറ്റിയുള്ള വിവരാണ് എന്നുള്ളതാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവ്വലു വാജിബിൻ അലൽ ആബാഇ, വാപ്പാർക്ക് ആദ്യം നിർബന്ധമാകുന്നത് അയ്യതഅല്ലമ ഔലാദഹും ബി അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക വതുഫിയ ബിൽ മദീന. മാതാപിതാക്കൾക്ക് നിർബന്ധമാകുന്ന ആദ്യത്തെ ബാധ്യത മുത്തുനബി ജനിച്ചത് മക്കത്താണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ മദീനത്താണെന്നും പഠിപ്പിക്കലാണ്. വാപ്പാന്റെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് മുഹമ്മദ് നബിയുടെ ഖബർ എവിടെയെന്ന് പറഞ്ഞു കൊടുക്കുക നിർബന്ധമാവും. ഞാൻ വായിച്ച ഈ ഭാരത്ത് 10 ഭാരത്താണ്. ഒരു മാതാപിതാക്കൾക്ക് അവര് വാജിബിൻ അലൽ ആബായി എന്നുള്ളടത്ത് ഫത്തുൽ മുഈന്റെ ശർഹായി യാനത്ത് അലൽ ആബായി എന്നുള്ളടത്ത് വൽ ഉമ്മഹാത്തി എന്നുള്ള എടുത്തു കൊടുത്തിട്ടുണ്ട്. മാതാപിതാക്കൾക്ക് ആദ്യമായി നിർബന്ധമാകുന്ന കാര്യം ബി അന്ന നബിയനാ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉലിദ ബി മക്ക, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ജനിച്ചു എന്നും വതുഫിയ ബിൽ മദീനതി, മദീനയിൽ മറവ് ചെയ്തു എന്നുമാകുന്നു. വാപ്പ മക്കൾക്ക് വാപ്പാന്റെ ഖബർ എവിടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന്റെ മുമ്പ് മുത്തുനബിയുടെ ഖബർ മദീനയിലാണെന്ന് പറഞ്ഞു കൊടുക്കൽ നിർബന്ധമാകുമെന്നതാണ്. അതാണ് നമ്മളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തമ്മിലുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ. ഈ ബന്ധം മനസ്സിലായാൽ ഓട്ടോമാറ്റിക് ആയിട്ട് സ്നേഹം വരും എന്നുള്ളതാണ്. ബന്ധം മനസ്സിലാവാത്തതിനെ സ്നേഹിക്കാൻ കഴിയില്ല. ബന്ധം മനസ്സിലായാലേ സ്നേഹം വരുള്ളൂ എന്നുള്ളതാണ്. വെളിയങ്കോട് ഉമർ ഖാദി റളിയല്ലാഹു അൻഹു റൗദ ഷരീഫിന്റെ അടുത്ത് എന്നിട്ട് യാക്രമ ബൈത്ത് ഇല്ലപ്പോ റൗദന്റെ വാതിൽ തുറന്നു എന്നാണ് സംഗതി. ആ ബൈത്ത് സബീനന്റെ പക്കത്തുണ്ട്. ഉംറക്ക് പോകുമ്പോ ഒന്ന് ഫോട്ടോ എടുത്തുങ്ങാണ്ട് പോയിട്ട് 100 വട്ടം ചെല്ലിയാലും തുറക്കണില്ല. എന്താ കാരണം? ഉമർ ഖാദി റളിയല്ലാഹു അൻഹു ആ ബൈത്ത് ബുദ്ധി തല പറഞ്ഞു കൊടുത്തതല്ല എന്നുള്ളതാണ്. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വന്നതാണ്. അങ്ങനെ വന്നാല് ഞമ്മക്കും തുറക്കും. അങ്ങനെ വന്നാൽ നമ്മക്കും തുറക്കും എന്നുള്ള തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞത്. ഉമർ ഖാദി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുള്ള സ്നേഹം 2 തരത്തിലുണ്ട് എന്നാണ്. ഒന്ന് അഖലിയായ സ്നേഹം എന്ന് പറയുന്നതും രണ്ടാമത്തേത് ത്വബഇയായ സ്നേഹം എന്ന് പറയുന്നത്. അങ്ങനെ സ്നേഹം 2 തരത്തിലുണ്ട്. അഖലിയായ സ്നേഹം എന്ന് പറഞ്ഞാൽ ബുദ്ധിപരം, ത്വബഇയായ സ്നേഹം എന്ന് പറഞ്ഞാൽ പ്രകൃതിപരം. ബുദ്ധിപരമായ സ്നേഹം എന്ന് പറഞ്ഞാൽ മുത്തുനബിനെ സ്നേഹിച്ചില്ലെങ്കിൽ കഴിച്ചിലാവൂല എന്ന് മനസ്സിലായപ്പോ സ്നേഹിച്ചു. അതിനാണ് അഖലി എന്ന് പറയാം. പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ പഠിച്ചപ്പോ സ്നേഹം വന്നു. അത് അഖലിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബുദ്ധിയെ കുറിച്ചും തന്ത്രങ്ങളെ കുറിച്ചും മനസ്സിലായപ്പോൾ ഒരാൾക്ക് സ്നേഹം വന്നു. അത് അഖലിയാണ്. തബഈ എന്ന് പറഞ്ഞാൽ അതല്ല, സ്നേഹിക്കണ്ടെന്ന് കരുതിയാലും പറ്റുന്നില്ല, സ്നേഹം കണ്ട് വരിക തന്നെ. അതിനാണ് തബഈ പറഞ്ഞത്. പുണ്യനബിനോടുള്ള സ്നേഹം അങ്ങനെ ആയിരിക്കണം, തബഈ ആയിരിക്കണം സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെയാണ് സഹാബത്ത് വിജയിച്ചത്. ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആൾ അബൂബക്കർ സിദ്ദീഖാണ് റളിയല്ലാഹു അൻഹു. ഈ ഉമ്മത്തിൽ ഏറ്റവും വിജയിച്ച ആള് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കളിക്കൂട്ടുകാരനാണ് എന്നതാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രത്യേകതയിൽ എത്താണ്ടായ കാരണം. മിറാജിന്റെ രാത്രി 7 ആകാശങ്ങളൊക്കെ കയറിയിട്ട് അള്ളാഹിനെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞിട്ട് മടങ്ങി വന്ന് പിറ്റേ ദിവസം രാവിലെ കഅബക്ക് ഇങ്ങനെ കയ്യുമ്മക്ക് തലയും വെച്ചിട്ട് നബി തങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂജഹൽ എന്നിട്ട് ചോദിച്ചു, മുഹമ്മദ് എന്തേലും പുതിയ വിവരം ഉണ്ടോ? എന്റെ ഇരുത്തം കണ്ടാൽ ഒരു സുഖമില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ നബി തങ്ങൾ പറഞ്ഞു ഉണ്ട്. എന്താ ചോദിച്ചു? ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിനോടത്ത് നിന്ന് നീച്ചിട്ട് മസ്ജിദുൽ ഹറാമിൽ വന്നു. മസ്ജിദുൽ ഹറാം എന്ന് ബൈത്തുൽ മുഖദ്ദസിൽ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ നിന്ന് 7 ആകാശങ്ങൾ സഞ്ചരിച്ചു. അള്ളാഹുവിനെ കണ്ട് അഭിമുഖ സംഭാഷണങ്ങൾ നടത്തി. നിസ്കാരവും വാങ്ങി മടങ്ങി വരുന്ന വഴിയിൽ മൂസ നബി അലൈഹി ഇസ്ലാമിനെ കണ്ടു. അങ്ങോട്ട് തന്നെ പോയി നിസ്കാരം ചുരുക്കി ഇങ്ങോട്ട് വന്നു. വീണ്ടും പോയി 9 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. ബൈത്തുൽ മുഖദ്ദസിൽ മടങ്ങിയെത്തി. നേരം പുലർന്നപ്പോഴേക്ക് കിടന്നിരുന്ന സ്ഥലത്ത് മടങ്ങിയെത്തി എന്ന് പറഞ്ഞപ്പോ അബൂജഹൽ ചിരിയാണ് ചിരിച്ചു. എന്ത് ചിരി? കുട്ടികൾ പറയുന്ന ഒരുമാതിരി ചിരിയാണ് ചിരിച്ചു. ഒരാക്കണ ചിരി നമ്മൾ പറയല്ല, ആ ചിരി. എന്നിട്ട് അവന്റെ ആൾക്കാരൊക്കെ വിളിച്ചു, എടാ എല്ലാരും വരി പുതിയ വിവരം ഉണ്ട് പറഞ്ഞു. എല്ലാരും വിളിച്ചെടുത്തിട്ട് പിന്നെ മൂപ്പര ഭാഗ ഒരു വിശദീകരണം. അന്നലെ രാത്രി നമ്മൾ ഉറങ്ങുന്നേ അങ്ങോട്ട് നീച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസ് കണ്ട് പോയിത്തരേ. എന്നിട്ട് അവിടുന്ന് 7 ആകാശങ്ങൾ കയറിയിട്ട് അവിടെ നിന്നിക്കാണെങ്കിൽ കുഴപ്പമുണ്ടായിരുന്നില്ല. പോയ വഴിക്ക് മടങ്ങിങ്ങാണ്ട് നേരം വെളുത്തപ്പോ അതിന് കിടന്നിരുന്ന സ്ഥലത്ത് തിരിച്ചെത്തി എന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോ
എല്ലാരും കൂടി ചിരിച്ചത് കേട്ടുങ്ങാണ്ട് സിദ്ദീഖുൽ അക്ബർ വന്നു റളിയല്ലാഹു അൻഹു. എന്താ വിഷയം എന്ന് ചോദിച്ചു. അതിൽ അബൂജഹൽ ഇങ്ങനെ കുറച്ച് ഉഷാറാക്കിയിട്ട് വിവരം പറഞ്ഞു കൊടുത്തപ്പോ ഒരു ചോദ്യം ചോദിച്ചു, ഇതിന്റെ നബി പറഞ്ഞാണോ ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നെയാണ്. കാരണം അപ്പൊ പറഞ്ഞു, എന്നാലേ അബൂബക്കർ അത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരാണ് ഈമാന് പറഞ്ഞത്. ഞാനൊരു സത്യങ്ങളോട് പറയാണ്, വരുന്ന കാലഘട്ടത്തിൽ, ഇനി നമ്മൾ അഭിമുഖീകരിക്കുന്ന വരുന്ന കാലഘട്ടത്തിൽ ലോകത്തെ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത് മുഹമ്മദ് നബി ആയിരിക്കും സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം നബി തങ്ങളെ തെറ്റിദ്ധരിച്ചാലേ ഈമാൻ പോവുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. യുക്തിവാദത്തിന്റെ അടിസ്ഥാനം എന്താ? മുത്തുനബിനോട് താല്പര്യമില്ലേറ്റാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിരീശ്വരവാദത്തിന്റെ അടിസ്ഥാനം എന്താ? പുണ്യ നബിയോട് താല്പര്യമില്ലാതായതാണ്. ലിബറലിസത്തിന്റെ അടിസ്ഥാനം എന്താ? അഷ്റഫുൽ ഖൽഖിനോട് താല്പര്യമില്ലാതായതാണ്. വിദഅത്തിന്റെ അടിസ്ഥാനം എന്താ? മുഹമ്മദ് നബിയോട് താല്പര്യമില്ലാതായതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ തലമ്മേ ചെവി എന്ന് പറയുന്ന ഈ ഉപകരണം ഫിറ്റ് ചെയ്ത് തന്നിട്ട് നമ്മളെ ദുന്യാവുക്ക് അയച്ചതിന്റെ ശേഷം നമ്മൾ കേൾക്കേണ്ടി വന്ന ഏറ്റവും മോശപ്പെട്ട അഭിപ്രായം മുഹമ്മദ് നബി സാധാരണ മനുഷ്യനാണ് കേൾക്കേണ്ടി വന്നു എന്നുള്ളതാണ്.